നമസ്കാരം. നാളെ ഒക്ടോബർ 1 ഒരു പുതിയ മാസം ആരംഭിക്കുന്നതായ ദിവസമാകുന്നു. ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ചില പ്രവചനങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം, പ്രവചനങ്ങൾ പ്രകാരം ഈ മാസം ശുഭകരവും ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും അനുകൂലമായി മാറുന്നതായ സമയം കൂടിയാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും നാളെ നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കൂ. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പുണർദം നക്ഷത്രക്കാരാകുന്നു. പുണർദ നക്ഷത്രക്കാർ ചില പ്രത്യേകമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ ഉള്ളവരാകുന്നു. അത് ധനപരവും അല്ലാതെയും ചില പ്രശ്നങ്ങളുണ്ട്. മാനസികപരമായ ചില വിഷമങ്ങൾ, പ്രധാനമായും ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടി ലഭിക്കുകയോ തനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല, അത്തരത്തിൽ പല വിധത്തിലുള്ള വിഷമങ്ങൾ മനസ്സിലേക്ക് കടന്ന് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഇതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ, അത് ധനപരവും അല്ലാതെയും നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കുടുംബത്തിനും കൂടാതെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും പലവിധ സൗഭാഗ്യങ്ങളോ അനുകൂലമായ കാര്യങ്ങളോ ചെയ്യുവാൻ സാധിക്കും. ഒപ്പം നിൽക്കുന്നവരുടെയോ കുടുംബത്തിന്റെയോ മനസ്സറിഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നതായ സമയം ആണ് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ പലതും സഫലമാകാൻ പോകുന്നതായ സമയം. ഈ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ അത് ഈ മാസം ഭാഗ്യമായി തന്നെ മാറും. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പ്രവചനം. ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരം തന്നെയാകുന്നു. ചിത്തിര വളരെ കാലമായി പ്രയാസങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും മാനസികപരമായ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു നക്ഷത്രം. വളരെയധികം ആഗ്രഹിച്ചിട്ടും കാര്യങ്ങൾ അനുകൂലമാകാത്തതായ ഒരു അവസ്ഥ ഇവർക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വരണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ. അത്തരം ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. വളരെ കാലമായി കുടുംബത്തിന്റെ ചില ആവശ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിവർത്തിച്ച് നൽകുവാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിക്കായുള്ള ശ്രമങ്ങൾ അത് വിജയത്തിൽ കലാശിക്കും. കൂടാതെ ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ടും ഉയർച്ചകൾ വന്ന് ചേരാവുന്നതുമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്നതായ ചില അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ പുറമെ പല കാര്യങ്ങളും നിങ്ങൾ പ്രകടമാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് പോലും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാവുകയും അല്പം സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ വന്നു ചേരാം. ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ അകലുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ലോൺ, ചിട്ടി, അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. പറഞ്ഞു വരുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച വന്നു ചേരും എന്ന് തന്നെയാകുന്നു. പ്രവചനപ്രകാരം ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മൂലം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയുക.
ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനപ്രകാരം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. പൊതുവിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ആ വീടിനും ആ വീട്ടുകാർക്കും സൗഭാഗ്യം കൊണ്ടുവരും. കാരണം ഒപ്പം നിൽക്കുന്നവർക്ക് പോലും സൗഭാഗ്യം നൽകുവാൻ സാധിക്കും. അമ്മമാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നതായ ഒരു മാസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവസരങ്ങളാണ് വന്നു ചേരുക. സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താലും ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താലും കാര്യങ്ങൾ അനുകൂലമാകുന്ന അല്ലെങ്കിൽ ദൈവമായി തന്നെ നിങ്ങൾക്ക് വരം അനുഗ്രഹമായി ചൊരിയുന്ന സൗഭാഗ്യങ്ങൾ വരമായി ചൊരിയുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കുക. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക, ബിസിനസ് പരമായ നേട്ടങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം, കൂടാതെ ആപത് ഘട്ടങ്ങളിൽ പലവിധ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിലുള്ള പല ദുഃഖങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പോംവഴി കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും സംജാതമാകും. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, അത്തരത്തിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില തിരിച്ചടികൾ, സാമ്പത്തികമായ ക്ലേശങ്ങൾ, മനോദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാതെ കാര്യ തടസ്സങ്ങൾ വന്നു ചേരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ മാസം നിങ്ങളുടെ പ്രാർത്ഥനയാലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനയാലും ഈശ്വരൻ അനുഗ്രഹിച്ചിരിക്കുന്നതായ ഒരു മാസമാകുന്നു. സൗഭാഗ്യങ്ങൾ ചൊരിയുന്നതായ ഒരു മാസം എന്ന് തന്നെ പരാമർശിക്കാം. കാര്യം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. ധനപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച വന്നു ചേരും എന്നാണ് പ്രവചനം. കൂടാതെ ഈ സമയം വീട്ടുകാരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടുകാർ അഥവാ കുടുംബക്കാരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾ, തൊഴിൽ മേഖല, ബിസിനസ് പരമായും നിങ്ങൾക്ക് വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല വഞ്ചനകളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വളരെ കാലമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യത, പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഒപ്പം നിൽക്കുന്നവർക്കും അഥവാ കൂടെ നിൽക്കുന്നവർക്കും സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. പ്രവചനങ്ങൾ പ്രകാരം ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും ഇവർ പ്രതീക്ഷിക്കുന്നതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതിൽ വിഷമങ്ങളുണ്ട്. പലപ്പോഴും ആഗ്രഹിച്ചതായ അല്ലെങ്കിൽ അർഹിച്ചതായ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നില്ല. നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവർ നിങ്ങൾക്ക് മുകളിലായി പോകുന്നു. അഥവാ അവർക്ക് വളരെയധികം ഉയർച്ചയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈശ്വരൻ നിങ്ങൾക്ക് അഥവാ ഇഷ്ടദേവത തന്നെ നിങ്ങൾക്ക് വരം ചൊരിയുന്നതായ ഒരു മാസമായി തന്നെ പരാമർശിക്കാം. അതിനാൽ നിങ്ങൾക്ക് ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ വന്നു ചേരും. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം മറ്റ് വ്യക്തികളെ സഹായിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതായ ഒരു സമയമായി തന്നെ മാറും. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അകന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും.
രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന ചില അവസരങ്ങൾ, ചില അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രവചനപ്രകാരം ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും എന്നാണ് പ്രവചനങ്ങൾ പരാമർശിക്കുന്നത്. അതിനാൽ തീർച്ചയായും വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. കലഹങ്ങൾ, ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുക. ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. വിശാഖം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവചനപ്രകാരം ഈ മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്, അഥവാ ഒക്ടോബർ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്നു ചേരും എന്ന് തന്നെയാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, നിങ്ങൾക്ക് ചില വഞ്ചനകൾ നേരിടേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക. ഒരു വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ചില കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് വീണ്ടും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ധനപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച, കാര്യവിജയങ്ങൾ, തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക, കൂടാതെ വിദേശത്ത് പോവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കുന്നതായ സമയം കൂടിയാക്കുന്നു. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും മനസ്സറിഞ്ഞ്, കുടുംബത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാനും തന്മൂലം സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില വിഷമങ്ങളുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുകയാണ് എങ്കിൽ അല്പം വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെയാണ് പരാമർശം. കൂടാതെ ഈ സമയം കാര്യവിജയങ്ങൾ നേടുന്നതിനോടൊപ്പം മനസ്സിലുള്ള ആ ചില പ്രയാസങ്ങൾ, ആ ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ കൂടി നിങ്ങൾക്ക് സാധിക്കും. പ്രവചനങ്ങൾ പ്രകാരം സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. വന്നു ചേരുന്നതായ ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം, പ്രവചനങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഈ മാസം, ഒക്ടോബർ മാസം കൂടുതൽ അനുകൂലമായി തീരും. ധനപരവും സന്തോഷകരവുമായ നിമിഷങ്ങൾ കടന്നു വരും എന്നാണ് പരാമർശം. എന്നാൽ നിങ്ങളായി തന്നെ ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. ചിന്തിക്കാതെയുള്ള തീരുമാനങ്ങൾ, എടുത്തുചാട്ടം അഥവാ വാശി കാണിക്കുക, കൂടാതെ ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾക്ക് ഒരു വിലങ്ങുതടിയാകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. വളരെയധികം പ്രയാസങ്ങൾ ധനപരമായി ഉണ്ട്, അല്ലെങ്കിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ ധനപരമായി നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. സഹായങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ശത്രുക്കൾ വർദ്ധിക്കുന്നതായ സമയം തന്നെയാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അഥവാ ശത്രുക്കളുടെ സാമീപ്യത്താൽ തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് വിഘ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. കുടുംബത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഒപ്പം നിൽക്കുന്നവർക്കും ഭാഗ്യം നൽകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളെ വിശ്വസിക്കുന്നതായ വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഫലങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. ബിസിനസ് പരമായും തൊഴിൽപരമായും വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം. അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.